പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന പഫ് ആണെന്നുണ്ടെങ്കിലും ബ്രഷ് ആണെന്നുണ്ടെങ്കിലും എവറി അതർ ഒരു ഹെവി മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് അതിനെ ക്ലീൻ ചെയ്യുക. വെറും സോപ്പ് ആൻഡ് വാട്ടർ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് എയർ ഡ്രൈ ചെയ്താൽ മതി. അത് ഒരു റുട്ടീനിൽ കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ എവറി ഒരു 3 months to 6 months കൂടുമ്പോൾ പ്രൊഡക്ട്സ് ഒന്ന് മാറ്റുക, പുതിയ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. ബിക്കോസ് എക്സ്പയറി ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും അത് ആലോചിക്കാറില്ല. ഇപ്പം വല്ല ഒരു ഫംഗ്ഷന് മാത്രമായിരിക്കും നമ്മളൊരു ഫൗണ്ടേഷൻ ഇടുന്നത്, പക്ഷെ ഒരു 4-5 years ബിഫോർ ആയിരിക്കും നമ്മളത് വാങ്ങിയിട്ടുണ്ടാവുക. അതിന്റെ എക്സ്പയറി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് എക്സ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ റൈറ്റ് ചോയ്സ്. ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇത് ഒറ്റ പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ, അങ്ങനെ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ആ ഒരു ഒറ്റ ടൈമുള്ള യൂസ് പോലും നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാക്കും എന്നുള്ളത് ഷുവറാണ് അല്ലേ? ഷുവറാണ്. നമുക്ക് ഒറ്റ സ്കിന്നല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പൊ അതിനെ നമ്മൾ അത്രയും തന്നെ കെയർ കൊടുക്കാം. പ്രത്യേകിച്ച് ഫേഷ്യൽ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതിലുള്ള പല നെർവ്സ് ഭയങ്കര സെൻസിറ്റീവ് ആണ്. അവിടെയുള്ള സെബേഷ്യസ് ഗ്ലാൻഡിന്റെ നമ്പർ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനെ നമ്മൾ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ശ്രദ്ധിക്കണം. അവിടെ ആ പ്രൊഡക്റ്റിന്റെ വിലയല്ല, മറിച്ച് സ്കിന്നിന്റെ വിലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.